ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഞാനോട് പറഞ്ഞാൽ ചേട്ടാ നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. കാര്യം അത്രയധികം ഇമോഷനിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ് ഈ വിക്രമൻ നായർ. നിങ്ങൾ ചോദിച്ച പോലെ ഞങ്ങൾ നല്ലേട്ടനോട് ചോദിച്ചാൽ നല്ലേട്ടൻ തന്നെ അല്ലേ പോയി തിയേറ്റർ അതാണ് ആ പേര് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരുമാണ്, എൻ്റെ സാധാരണ വീട്ടിൽ വിളിക്കുന്ന പേരാണല്ലോ, അതുകൊണ്ട് സന്തോഷമുള്ളതാണ്. പേപ്പറിൽ ഇപ്പോൾ വായിച്ചിട്ടല്ലേ ഉള്ളൂ, ന്യൂസ് അപ്പോഴേക്കും സിനിമയായോ. ഷാജുവിന്റെ പെർഫോമൻസിന്റെ ഒറ്റ ക്രെഡിറ്റ് കൊണ്ട് ആ സീനിൽ മ്യൂസിക്കേ വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ കലാഭവൻ ഷാജോൺ മാർച്ച് 8 റിലീസ് ചെയ്യുന്ന ഇതുവരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരെ രണ്ടുപേരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അവസാനിപ്പിച്ച സാർ അതുപോലെ പ്രേംപ്രകാശേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഏതൊരു ആക്ടറേയും പോലെ നമുക്ക് പുതുതായ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലധികം ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എന്നോട് അനിലേട്ടൻ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഞാനോട് പറഞ്ഞാൽ ചേട്ടാ നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. കാര്യം അത്രയധികം ഇമോഷനിലൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ് ഈ വിക്രമൻ നായർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആക്ടേഴ്സിനെ പോലെ നമ്മളും വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിപ്പോഴും അത് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടമായിട്ടോ. സിനിമയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം, കഥ ആയതിനു ശേഷം ഈ ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രം അറിയാലോ, അതായത് ന്യൂസ്, അതായത് നിങ്ങളുടെ പോലത്തെ പണികളാണ്. അതായത് ന്യൂസ് ഓൾറെഡി ഉണ്ടാക്കാവുന്ന വലിയ വലിയ ഇൻസിഡൻസ് ഉണ്ടാക്കുക, അത് മറ്റാർക്കും അറിഞ്ഞുകൂടാ, എന്നിട്ട് സ്വയം അത് ഫസ്റ്റ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ അത് പ്രസിദ്ധീകരിച്ചിട്ട് മറ്റാർക്കും കിട്ടാത്ത ന്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഇത് സത്യത്തിൽ അങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. ഈ സബ്ജക്റ്റിൻ്റെ പോലെ ഒരു സബ്ജക്റ്റ് അനിൽ തൻ്റെ മനസ്സിൽ കണ്ട ഒരു കഥയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആ കഥ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. അത് ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ സത്യത്തിൽ ഇത് നിങ്ങൾ ചോദിച്ച പോലെ ഞങ്ങൾ നല്ലേട്ടനോട് ചോദിച്ചാൽ നല്ലേട്ടൻ തന്നെ അല്ലേ പോയി തിയേറ്റർ അതാണ് അത് ഞാൻ ആദ്യം ചോദിച്ചു. ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അവിടെ തീ കത്തുന്നത്. അല്ല, ഇതായിരുന്നു എൻ്റെ ഒരു എനിക്ക് ഈ പടം എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതാണ് സബ്ജക്റ്റ്, എങ്ങനത്തെ സബ്ജക്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രഹ്മകുളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേപ്പറിൽ ഇപ്പോൾ വായിച്ചിട്ടല്ലേ ഉള്ളൂ, ന്യൂസ് അപ്പോഴേക്കും സിനിമയായോ. കാരണം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ സമീപിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിരുന്നു, പ്രത്യേകിച്ച് മ്യൂസിക്കിന്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു എന്താ പറയുക, കുറച്ച് ഓർമ്മകളും ഇതൊക്കെ പങ്കുവയ്ക്കുന്ന കുറച്ച് നല്ല ദൃശ്യങ്ങളുള്ള ഒരു സീൻ വന്നപ്പോൾ, അതായത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സീൻ അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെയൊക്കെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും അതിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഒരു സീൻ വന്നപ്പോൾ ഞാൻ അതിനൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ തീരുമാനിച്ച് അത് അനിലായിട്ട് സംസാരിച്ചപ്പോൾ അനിൽ ഉടനെ അത് പാട്ട് കേട്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡമ്മി ലിറിക്സ് ഒക്കെ എഴുതി, എൻ്റെ വക ഡമ്മി ലിറിക്സ് എഴുതി ഒരു പാട്ടൊക്കെ ട്യൂൺ ചെയ്ത് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുണ്ടാക്കി എന്നിട്ട് ഉടനെ ജയകുമാറിനെ വിളിച്ചു, നമ്മുടെ IAS. അദ്ദേഹമാണ് അതിൽ വരികൾ എഴുതി തന്നത്. വരികൾ എഴുതിയിട്ട് വീണ്ടും അത് ട്രാക്കായിട്ട് പാടിക്കൊടുത്തു. ട്രാക്കായിട്ട് പാടിക്കൊടുത്തപ്പോൾ അതൊരു പാരിയായി, അതായത് ആ ശബ്ദം തന്നെ മതി ആ പാട്ടിനെന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് അതിലൊരു പാട്ട് പാടാൻ ഇട വന്നത്. പക്ഷെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിൽ മുഖ്യ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് കറിയാച്ചന എൻ്റെ അടുത്ത് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര സംഭവമായിരിക്കണം. ഈ കഥയെ കുറിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് ആദ്യം എനിക്കൊരു ചെറിയൊരു അനിലിനേക്കാൾ മുമ്പ് ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണ തന്നു. പക്ഷെ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത
ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നമ്മൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ട്, പ്രണയബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാത്തിനും വേണ്ടി നമ്മൾ മ്യൂസിക് നമ്മൾക്ക് ചെയ്യും, പരിചയമുണ്ട്. പക്ഷെ ഒരു ജീവനും ഇല്ലാത്ത, നമ്മളെ ഏറ്റവും ഉപേക്ഷിച്ച, നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ചവറുകൂനയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത്. കാരണം ചവറുകൂന, എനിക്ക് തോന്നുന്നു ആ പടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂറ്റി ഉള്ളത് ചവറുകൂനയ്ക്കാണ്. പിന്നെ അതിൽ കുറേ മനുഷ്യന്മാരും അവരനുഭവിക്കുന്ന വേദനകളും യാതനകളും അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചവറുകൂനയ്ക്ക് മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു വലിയ യജ്ഞം. കാരണം ഇത് എങ്ങനെ ചവറുകൂനയ്ക്ക് എങ്ങനെയാണ് മ്യൂസിക്, പ്രത്യേകിച്ചൊരു മ്യൂസിക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും, അപ്പം ഞാനതിനെ ഒരുപാട് ഇത് എങ്ങനെ ചെയ്യാം, അപ്പം നമ്മളെല്ലാത്തിനും നമ്മൾ ഒരു പഠനം നടത്തും. അപ്പം ഇതേപോലെ വല്ല പടങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പടങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല ഈ ഒരു സബ്ജക്റ്റ്. പിന്നെ ആകെപ്പാടെ ഉള്ളത് ഒരു സീരിയൽ, എന്തോ ചെർണോബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് മ്യൂസിക് ഞാൻ കേട്ടു. അപ്പം ഈ പറഞ്ഞ പോലെ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്, അതിൻ്റെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായ മ്യൂസിക്, വലിയ മ്യൂസിക്കൽ നൊട്ടേഷൻ അല്ല, പക്ഷെ അതിൻ്റെ എഫക്റ്റ്. അപ്പം അത് നമുക്കൊരു ഇൻസ്പിറേഷനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ പടത്തിൻ്റെ സബ്ജക്റ്റിനും ഇല്ല, നമ്മുടെ പടത്തിൻ്റെ മ്യൂസിക്കിനും ഇല്ല. പക്ഷെ നമുക്കൊരു സാധനം എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നുള്ളൊരു തോട്ട് അതിൽ നിന്ന് കിട്ടി. അങ്ങനെ അത് നമ്മൾ പ്രയോഗിച്ച് 1-2 സാമ്പിളുകൾ ഡയറക്ടറിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ താല്പര്യമായി. അങ്ങനെ ആ ഒരു പ്രൊസീഡിങ് നടത്തി. അങ്ങനെ പടത്തിൻ്റെ എൻഡ് വരെ ചവറുകൂനയ്ക്ക് മ്യൂസിക് ചെയ്ത് ഞങ്ങൾക്ക് തൃപ്തിയായ ഒരു പടമാണിത്. ബാക്കി സീനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിവിടെ ഷാജൂനുണ്ട്. ഞാൻ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു പടത്തിൽ ഏറ്റവും കുറവ് മ്യൂസിക് ചെയ്യേണ്ടി വന്ന ചില വൈകാരിക നിമിഷങ്ങൾ അതിലുണ്ട്, മുഹൂർത്തങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജുവിൻ്റെ പെർഫോമൻസിൻ്റെ ഒരൊറ്റ ക്രെഡിറ്റ് കൊണ്ട് ആ സീനിൽ മ്യൂസിക്കേ വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു അവാർഡിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ ചവറുകൂനയുടെ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഈ നല്ല അംശങ്ങൾ ചിലപ്പോൾ കാണാതെ ഇരിക്കരുത്. കാരണം ഇതിൽ ഒരുപാട് നല്ല അത്തരം മുഹൂർത്തങ്ങൾ ഷാജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് റിയലി വർത്ത് വാച്ചിങ് ആണ്. അപ്പം അതിന് സംഗീതം, നിശബ്ദമായ സംഗീതം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് മ്യൂസിക് വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് മുഹൂർത്തങ്ങളിൽ നല്ല മ്യൂസിക് ബാലൻസ് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കറിയാച്ചനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് കറിയാച്ചനെ പറയാൻ പറ്റില്ല. കറിയാച്ചൻ ഇതുവരെയും ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണിത്. കാരണം ഞാൻ കറിയാച്ചനെ കണ്ടിട്ടുള്ള എല്ലാം പ്രായമായിട്ടൊരു ഒരു അപ്പൂപ്പനായിട്ടോ അല്ലെങ്കിൽ മുതിർന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെയൊക്കെ അഭിനയിക്കുന്ന ഒരു കറിയാച്ചൻ ഇതിലൊരു പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ കറിയാച്ചൻ്റെ ക്യാരക്ടറിന് ഉണ്ടായിട്ടുണ്ട്. മക്കളൊന്നും അടുത്തില്ല, തനിച്ച് ഒരു ഹിൽ സ്റ്റേഷനിൽ വീട് വെച്ച് തനിച്ച് താമസിക്കുന്നു. അവിടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആധിക്യം മൂലം അദ്ദേഹത്തിന് കുറച്ച്, നമ്മൾ പറയില്ലേ, ഒരു മെൻ്റലി കുറച്ച് അപ്സെറ്റായി ഓർമ്മശക്തിയൊക്കെ കുറച്ച് ക്ഷയിച്ചു പോകുന്ന സീനൊക്കെ വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലഗരേജൻ അല്ല, ഇവര് കണ്ടിട്ടില്ലേ? കാരണം ഇവരാരും പടം കാണുന്നില്ല, ഇവര് ഡബ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ പടം 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ എനിക്കല്ലേ ഇവരെക്കാൾ കൂടുതൽ. ഇവരാരും എനിക്ക് തോന്നുന്നു ഈ പടം വരെ മുഴുവൻ പടം കണ്ടിട്ടില്ല. ഫുൾ പിക്ചർ കണ്ടാണ്. ഞാനത് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് തോന്നിയതാണ്. ഇത് രണ്ടും വളരെ മുഖ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ടോട്ടലി ഡയറക്ഷൻ വളരെ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് നമുക്കൊരു ഡൗട്ട് വരും ചില സ്ഥലത്ത്. അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ വാങ്ങിക്കുന്ന ഒരാൾക്കാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ എനിക്കിത് മതി എന്ന് പറയാം. കൊടുക്കുന്ന ആൾക്ക് ഇതും കൊടുക്കാം, അതും കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം, എല്ലാം നല്ലതായിട്ട് തന്നെ തോന്നും. പക്ഷെ വാങ്ങിക്കുന്ന ആൾക്ക് തീരുമാനിക്കാൻ പറ്റും. ആ തീരുമാനം വളരെ കൃത്യമായിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റുന്ന ഒരു സംവിധായകനായിരുന്നു അനിൽ. അപ്പോൾ അത് എന്നെ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഡൗട്ട്, ഇതാണോ നല്ലത് അതാണോ നല്ലതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കൺഫ്യൂഷനായി പോകും. ആ ഒരു കൺഫ്യൂഷനേ ആവശ്യം വേണ്ടി വന്നില്ല. എവിടെയൊക്കെ റീ റെക്കോർഡിങ്ങിന് ചേഞ്ചസ് വേണം. ചില സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് കുറച്ച് കൂടുതലായി പോയാൽ അദ്ദേഹം ഇത്ര വേണ്ടല്ലോ, ഇത്ര അപ്പം ഞാൻ ചോദിക്കും ഇത്ര വേണോ,
അപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പറയും അവിടെ കുറച്ചുകൂടി വേണമെന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് ഞാൻ എപ്പോഴും ഓപ്ഷൻസ് വെക്കും. അപ്പോൾ ആൾ പറഞ്ഞു അത്ര വേണ്ട, ഒരു സെക്കൻഡ് ഒന്നുകൂടി കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചില സാധനങ്ങൾ മൂടിയിട്ട് കേൾപ്പിക്കും. ഇത് മതി, കറക്റ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറിൻ്റെ സബ്ജക്റ്റിൻ്റെ ധാരണ നന്നായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പടത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ കാതൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞാൻ അനിലിൻ്റെ രണ്ടാമത്തെ പടം, അതായത് ആദ്യത്തെ പടം മിന്നാമിനുങ്ങാണ്, അതിനുശേഷം ചെയ്യുന്നതാണ് ഈ പടം. കാരണം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും ഒക്കെ ഇതിൽപ്പെടും. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ ചേട്ടാ ഇത് വന്ന് ചേട്ടൻ ചെയ്യണം, ചേട്ടന് വേണ്ടിയാണ് വെച്ചിരിക്കുന്ന ഈ ക്യാരക്ടർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം മിന്നാമിനിങ്ങിലും നല്ലൊരു വേഷമായിരുന്നു. പക്ഷേ ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോഴാണ് എന്നെ അതിശയിപ്പിച്ചത്. കാരണം ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്ന നമ്മുടെ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് സമൂഹം വളരെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, മരണങ്ങൾ, പൊല്യൂഷൻ എന്ന് പറയുന്നത് ലോകവ്യാപ്തി ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത് കൂടുതലാണ്. അപ്പോൾ ജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും അതുമൂലം ഒരു കുടുംബം എങ്ങനെ പ്രശ്നമാകുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടി പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം ജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുക ഈ പൊല്യൂഷനെതിരായിട്ടും, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അത് ഗവൺമെൻറ്റിനോട് പോലും പുള്ളിക്ക് ചോദ്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അതാണ് അതിൻ്റെ വിഷയം. അതാണ്. പിന്നെ കറിയാച്ചൻ എന്നുള്ളത് എൻ്റെ ഒരു പെറ്റ് നെയിമാണ് എങ്കിലും സിനിമയിൽ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരുമാണ്, എൻ്റെ സാധാരണ വീട്ടിൽ വിളിക്കുന്ന പേരാണല്ലോ, അതുകൊണ്ട് സന്തോഷമുള്ളതാണ്. പിന്നെയുള്ളത് ഇതിൻ്റെ ഷൂട്ടിംഗ് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ആഹ്ലാദിച്ച് ഞങ്ങൾ ചെയ്തത്, അത് ഷാജോണൊക്കെ അറിയാം. വളരെ സന്തോഷപൂർവ്വം ഓരോ സീനും. അനിലാണെങ്കിൽ കൂടുതൽ ഇൻ്റർഫിയറൻസ് ഒന്നുമില്ല. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ അതൊന്ന് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം പറയും. അത് ഒരു പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംസാരിച്ച് തീർക്കും. വളരെ ആഹ്ലാദകരമായ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെയുള്ളത് ഈ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാണ് ബ്രഹ്മപുരം പ്രശ്നം ഉണ്ടായത്. അവിടെയാണ് ഇഷ്യൂ ആയത്. അപ്പം ഞാൻ അപ്പോഴേ എന്നോട് ചോദിച്ചു, അനിലാണോ ഈ തീ കത്തിക്കാൻ? അന്നേരം ചോദിച്ചു. എൻ്റെ പൊന്നിയേട്ടാരും അറിഞ്ഞിട്ടില്ല. അല്ല, അതൊരു തമാശയായിട്ടുമെങ്കിലും അത് കൂടുതൽ നന്നായി. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ എറണാകുളംകാർ അത് സഹിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഷാജോനൊക്കെ എറണാകുളത്ത് താമസിക്കുന്നയാൾ, അവരൊക്കെ ഇതിൻ്റെ ഇതായിട്ട് കിടക്കുകയാണ്, വിക്ടിംസാണ്. അപ്പോൾ ഇത് സമൂഹം മുഴുവൻ ഇതിൽ നേരിട്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനൊരു പടം അത് ജനങ്ങളെല്ലാവരും കാണണം. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്. കാരണം ഞാൻ പലരോടും പറഞ്ഞു, കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമുക്ക് എവിടുന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടണം, മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകണം. ആ വിഷയം ആ പടം എക്കാലവും നമ്മൾ മനസ്സിൽ നിൽക്കും. പല പടങ്ങളും ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ പോലെയുള്ള പടങ്ങളും ഷോലെ പോലെയുള്ള പടങ്ങളുമൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇന്നും ആ പേര് കേൾക്കുമ്പോഴേ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പടം നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ സബ്ജക്റ്റ് കിടക്കണം. ജനങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ. കാരണം എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഷാജോൻ്റെ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സീൻസൊക്കെ ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഷാജോൻ്റെ പെർഫോമൻസിനെ പറ്റിയൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അത് പുള്ളിയുടെ കരിയറിലെ ദ ബെസ്റ്റായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരും ഇത് കാണണം. ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഔസേപ്പച്ചൻ അയച്ചു തന്നു. ഗംഭീരമായിട്ട് ചെയ്തിരിക്കുക ഔസേപ്പച്ചൻ. ഞാനത് പ്രത്യേകം പറയണ്ട, കാരണം ഔസേപ്പച്ചൻ എൻ്റെ 5 സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നയാളാണ്, നല്ല പാട്ടുകളും തന്നയാളാണ്. അപ്പം പിന്നെ എനിക്ക് സംശയമൊന്നുമില്ല, വളരെ കറക്റ്റായിട്ട് മ്യൂസിക് കൊടുത്ത് എന്നെ ചില ഭാഗങ്ങൾ അയച്ചു തന്നെ കേട്ടിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും ഇത് നല്ലൊരു വിജയം ആകണം, ജനങ്ങൾ കാണണം. കാരണം ഇങ്ങനെയുള്ള പടങ്ങളും കാണണം. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ജീവിതവും കൂടെ കാണണം. ആ ജീവിതം ചില ജന്മങ്ങൾ, ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഒരു അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇതിൽ കൂടെ കാണിക്കുന്നുണ്ട് കുറേ. അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും സഹകരിക്കുക, ഈ പടം കാണുക. ഇന്നാമൻ്റെ ഒറ്റ കാരണമുള്ളത് ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് തന്നെയാണ്. കാര്യം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്കൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്നത് പോലെ
സിനിമകൾ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കാരണങ്ങളുണ്ടാവാം. ചില സിനിമകൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അല്ല നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് തിയേറ്ററിൽ ചിലപ്പം ഇത് വിജയിക്കുമോ, ചിലപ്പം എന്താകും എന്നൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചില സിനിമകൾ നമുക്കറിയാം ഇത് നന്നാവും, നമുക്ക് പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഈ ഒരു ഏരിയ കൊള്ളാം, അത് ജനങ്ങൾക്കത് കൺവേ ചെയ്യും, അത് വർക്കാവും എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പം ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ്. പ്രത്യേകിച്ച് ഈ വിക്രമൻ നായരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷനിലൂടെ പോകുന്നൊരു ക്യാരക്ടറാണത്. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഇതിപ്പോൾ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതൊരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന പോലെ ഈ സമൂഹത്തിനോടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസ്ഥ, ഈ ദൂഷ്യവശങ്ങൾ അനുഭവിച്ച അവരോടുള്ളൊരു സപ്പോർട്ട്, അവർക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ട് കൂടിയാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ. അല്ല, എനിക്ക് ഇതിൽ ഞാനിപ്പോൾ ഷാജുവിനോട് ചോദിച്ചപ്പോൾ ഷാജുൻ ആ കാര്യം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് ഷാജുവിൻ്റെ ഇതിനു മുമ്പുള്ള ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പക്ഷെ ഈ കഥാപാത്രം ഷാജുൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഷാജുവിൻ്റെ അതിനു മുമ്പുള്ള ക്യാരക്ടറിൽ നിന്ന് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊരു കഥാപാത്രമാണ് ഷാജുൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ മുൻവിധികളല്ല, ഒരു കഥാപാത്രത്തിനൊരു ക്യാരക്ടർ വന്നപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ്. ഒരു ആർട്ടിസ്റ്റ് ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്നില്ല, ഇത് വെർസറ്റൈലാ പുള്ളി. കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ. ഡയറക്ടറാണ്, പാട്ടുപാടും, എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ല, നമുക്ക് പ്രാർത്ഥനയുണ്ട് കേട്ടോ, തമാശല്ല. ഞാനിത് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഞാൻ ഷാജുനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഷാജുവിന് ദൈവം ഒത്തിരി കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയും കൂടിയായി ഈ പടം മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. കാര്യം 50 വർഷം മലയാള സിനിമയിൽ പൂർത്തിയാക്കുന്ന ഒരാൾ, 100 സിനിമകൾ പൂർത്തിയാക്കുന്ന ഒരാൾ, ഇവരെ പോലുള്ള സീനിയേഴ്സിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഇതുപോലുള്ള വാക്കുകൾ കേൾക്കാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇവരോടൊക്കെ ഒപ്പം സിനിമകളിൽ വർക്ക് ചെയ്യാൻ വലിയ ദൈവാനുഗ്രഹം. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും.